നമ്മൾ ആ കാണുന്ന വില്ലേജിലോട്ട് പോവാണ്. ടയറ് ടൈറ്റ് ആയിട്ട് നമ്മൾ പോകുന്നു. റൈസ് ടെറസ് ആണ് ഈ കാണുന്നത്, റൈസ് ടെറസ്. ഇതാണ് വില്ലേജ്. ഇവിടെ വേറൊരു പ്രശ്നമുള്ളത് റേഞ്ച് ഇല്ല. കലിംഗ പോലീസ്. ഈ മലകൾക്കിടയിലൂടെയുള്ള യാത്രയാണ്. നദിയുടെ ഓരം പിടിച്ച് തന്നെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. ഇതിന്റെ ഉള്ളിലേ കോഴിയാണ്. നല്ല രസമുള്ള സ്ഥലം, കിട്ടില്ല സ്ഥലം. നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോഴുള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. എല്ലാവർക്കും നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഫിലിപ്പീൻസിലെ ഒരു അടിപൊളി ഗ്രാമത്തിലാണ്. നമ്മൾ ഇന്നലെ രാത്രി മനിലേന്ന് രാത്രി 9 മണിക്കുള്ള ബസ്സിൽ കയറിയിട്ട് ബസ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നു. കോഡാല എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബസ്സായിരുന്നു. അത് ബുക്ക് ചെയ്ത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബൊൺടോക്ക് എന്ന് പറയുന്ന ഒരു മൗണ്ടൻ പ്രൊവിൻസ്, അതായത് ഒരു നോർത്ത് ഭാഗം, ഫിലിപ്പീൻസിൻ്റെ ഒരു നോർത്ത് ഭാഗത്താണ്. ഈ മനിലേക്കുള്ള സെയിം ഐലൻഡ് തന്നെയുള്ള സ്ഥലമാണ്. അപ്പോൾ 10 മണിക്കൂർ നീണ്ട യാത്രയായിരുന്നു അത്. ഇപ്പോൾ സമയം രാവിലെ 7:15. നമ്മൾ രാത്രി 9 മണിക്ക് മനിലേന്ന് വന്നതാണ് കേട്ടോ. ഇടയ്ക്ക് 2 മണിക്ക് ഭക്ഷണം കഴിക്കാൻ നിർത്തിയിരുന്നു, ഒരു അരമണിക്കൂർ. അപ്പോഴാണ് ഫുഡ് കഴിച്ചത്. അപ്പം നമ്മൾ രാവിലെ ഞാൻ ഇവിടെ എത്തുന്ന സമയത്ത് ജസ്റ്റ് കണ്ണു തുറന്ന് ബസ്സിന്റെ പുറത്തോട്ട് നോക്കുമ്പോൾ കാഴ്ചയാണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ല, കിഡിലിനൊരു ഗ്രാമവും കുറേ മലയും അതിന്റെ മുകളിൽ ഫോഗൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. യെസ്, അപ്പോൾ ഈ ഗ്രാമത്തിന്റെ പേരാണ് ബൊൺടോക്ക്. പക്ഷെ നമ്മൾ ഇവിടെ അല്ല വരുന്നത്, ബസ് ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിന്ന് ഇനി നമുക്ക് ബുസ്കലൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകണം. നമ്മൾ ആ ഏരിയ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ബുസ്കലിന് പോകണമെങ്കിൽ ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ എടുത്ത് വേണം പോകാനായിട്ട്. ഇവിടെ ട്രൈസൈക്കിൾ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെ യാത്ര ചെയ്തിരുന്നു. അപ്പോൾ ഈ ട്രൈസൈക്കിളിൽ കയറിയിട്ട് നമുക്ക് ജീപ്പിനിയുള്ള സ്ഥലത്തേക്ക് പോകണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. ഇതിൻ്റെ ഇടയിലേ ഞാൻ വേറൊരു കാര്യം മറന്നുപോയി. ഉറക്കപ്പിച്ചായതുകൊണ്ടേ മൊത്തം കിളി പോയിരിക്കുകയാണ്. ഞാൻ ബാഗ് എടുക്കാൻ മറന്നുപോയി ബസ്സിൽ നിന്ന്. ഭാഗ്യത്തിന് ബസ് പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നേരെ അവിടെ പോയി ബാഗ് എടുത്തു. എന്നിട്ട് നമുക്കിനി ട്രൈസൈക്കിളിൽ കയറിയിട്ട് തൊട്ടടുത്ത് തന്നെ ജീപ്പിനി എന്ന് പറയുന്ന മറ്റേ നീളമുള്ള വണ്ടിയില്ലേ, അത് കിട്ടുന്ന സ്ഥലമുണ്ട്. അത് നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇവിടുത്തെ ട്രൈസൈക്കിൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം മനിലേ പോയത് കാണാനൊന്നും ഭംഗിയില്ലായിരുന്നു. ഇവിടുത്തെ കാണാൻ നല്ല ഭംഗിയുള്ള വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടിയിൽ എന്തെങ്കിലും സാധനം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് ഇറങ്ങിക്കോളണം കേട്ടോ. വണ്ടി അല്ലെങ്കിൽ വിട്ടുപോകും, അതാണ് പ്രശ്നം. ഇതേ പോകുന്നു വേറൊരു ട്രൈസൈക്കിൾ. നമ്മളപ്പോൾ ഒരു 5 മിനിറ്റ് യാത്ര ചെയ്തോളൂ. ഇതേ ഇവിടെ ജീപ്പിനി കിടക്കുന്ന സ്ഥലമെത്തി. ഇത് തബൂക്ക് സിറ്റി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബൊൺടോക്ക് എന്ന് പറയുന്ന ഈ നമ്മളിപ്പോൾ ഉള്ള സിറ്റി. അപ്പോൾ ബൊൺടോക്കിൽ നമുക്ക് ബുസ്കലം പോകണം. ഏതാണ്ട് 1.5 മണിക്കൂർ യാത്രയുണ്ട്. ഇതിൻ്റെ ഇടയിൽ പല വില്ലേജുകളൊക്കെ ക്രോസ് ചെയ്തായിരിക്കും കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടേക്ക് ഇറങ്ങാനുള്ളവർ ഈ വണ്ടിയിലുണ്ടാവും. അപ്പോൾ ബുസ്കലനിലോട്ട് 150 പെസോണ് അവർ റേറ്റ് പറഞ്ഞത്. പൈസ ശരിക്കും ഇപ്പോൾ കൊടുക്കണ്ട കേട്ടോ, നമ്മൾ ഇറങ്ങുമ്പോൾ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എന്തായാലും വണ്ടിയിലോട്ട് കയറാണ്. ഇതെന്തായാലും അടിപൊളി പരിപാടിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇതൊരു ഹൈ റേഞ്ച് ഏരിയ ആണ്. അപ്പോൾ ചെറിയ റോഡുകളായിരിക്കുമല്ലോ. അപ്പോൾ ഈ ചെറിയ റോഡുകൾക്ക് പറ്റിയ വണ്ടിയാണ് ഈ ഒരു ജീപ്പിനി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ബൊൺടോക്ക് എന്ന് പറയുന്ന സിറ്റിയിൽ നിന്ന് നേരെ ഇനി ബുസ്കലാനിലോട്ട് പോവാണ്. വേറൊരു കാര്യമുണ്ട്, ഇതൊരു സിറ്റി എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഒരു ചെറിയ ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വില്ലേജ് തന്നെയാണ്, പക്ഷെ ഒരു ടൗണിന്റെ ഒരു രൂപഭാവമൊക്കെ ഉണ്ട്. ബസ്സും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ചെറിയൊരു ടൗൺ ആണ്. ഇവിടുന്ന് നോക്കുമ്പോൾ വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഒരു രക്ഷയില്ല. ഒരു നദി ഒഴുകുന്നുണ്ട്, ചീക്കോ എന്ന് പറയുന്ന നദിയാണ് കേട്ടോ. CHICO, സീക്കോന്നോ സീച്ചോന്നോ ആരോടെയും ചോദിച്ചു നോക്കാം എന്താണ് പ്രൊണൗൺസിയേഷൻ. അപ്പോൾ അങ്ങനത്തെ ഒരു നദി ഒഴുകുന്നുണ്ട് ഇതിൽ കൂടി. നമ്മൾ ഇനി പോകുന്ന റൂട്ടിൽ മൊത്തം ഈ നദി നമ്മുടെ കൂടെ കാണും കേട്ടോ. മലയോര ഹൈവേ കൂടി, അല്ലെങ്കിൽ ഹൈവേ എന്ന് പറയാൻ പറ്റത്തില്ല, മലയോര വഴിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പക്ഷേ ഈ ഹൈവേ എന്ന് വേണമെങ്കിൽ പറയാട്ടെ, കാരണം ഇതാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നതാണ് ഇവിടുത്തെ പ്രധാന വഴി. കോൺക്രീറ്റ് ഇട്ട റോഡാണ് ഫുൾ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ട് നമുക്കിങ്ങനെ പോവാം. ഞാനേ ഈ വണ്ടിയുടെ മുകളിൽ കയറി ഓക്കെ. ഞാൻ നോക്കുമ്പോൾ ഇത് ഏതാ ഗ്രാമമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ കുറേ ചേച്ചിമാരും ആൾക്കാരൊക്കെ വന്നു വേണ്ട. അപ്പോൾ ഈ ചേച്ചി കയറാൻ സ്ഥലം കിട്ടിയില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു മുകളിൽ കുറേ പേര് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ മുകളിലോട്ട് പോക്കോട്ടെ എന്ന് ചോദിച്ചു. കയറിയിരുന്നോ എന്ന് പറഞ്ഞു. വേണ്ട, ഇവിടെ ലഗേജ് ഒക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ ബാഗ് ഇവിടെ പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഭാഗ്യം നല്ല സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം അങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ നേരെ നൈസായിട്ട് മുകളിൽ കയറി. അടിപൊളി പരിപാടി ആയിരിക്കും. ഇത് കിടിലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഓരോ ഗ്രാമത്തിൽ നിന്നും ആളുകളെ എടുത്തിട്ട് ഈ വണ്ടി ഇങ്ങനെ പോകും കേട്ടോ. ഇതാണ് ഇവിടുത്തെ മെയിൻ ട്രാൻസ്പോർട്ടേഷൻ ജീപ്പിനി. നമ്മൾ മനിലയിലും കണ്ടില്ലേ, എന്തായാലും അടിപൊളിയായി. ഇങ്ങനെയാണ് ഇതിൻ്റെ കിളിയെന്ന് തോന്നണം. ഇത് കിടിലൻ എക്സ്പീരിയൻസ് ആണ്. ഇതാണ് റൈസ് ടെറസ് കേട്ടോ. നമ്മൾ ബാലിയിലൊക്കെ കണ്ടിരുന്നു. ഇപ്പോൾ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രധാന കാഴ്ചയാണ് റൈസ് ടെറസ്.
ഇവിടെ പല ഭാഗത്തും മണ്ണിടിഞ്ഞ് വീഴുന്നുണ്ട്. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തോ നെറ്റ് അടിച്ചേക്കാന്ന് തോന്നണം. കണ്ടോ, നെറ്റ് അടിച്ചത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇടിഞ്ഞ് വീഴാണ്ടിരിക്കാൻ. നമ്മൾ വന്ന വഴിയാണ്ട് കാണുന്നത്. കണ്ടോ, ഇതിലേ കൂടി കറങ്ങിയാണ് വന്ന. ഈ മലകൾക്കിടയിലൂടെയുള്ള യാത്രയാണ്. നമ്മൾ ഈ ലഡാക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നോർത്ത് സിക്കിം, വേറെ എന്തെങ്കിലും നമ്മുടെ ഇടുക്കി പോകുമ്പോൾ ഉള്ള പോലെയുള്ള സ്ഥലമൊക്കെ നല്ല രസമുണ്ട്. ഇതിൻ്റെ ഉള്ളിലേ കോഴിയാണ്. ഞാൻ നോക്കുമ്പോൾ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ വരുന്നത്. ഇത് എന്താ സാധനം എന്നൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ കോഴീനെ പെട്ടിലാക്കി കൊണ്ടുപോവാണ്. അതുകൊള്ള. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, ഇതിനകത്ത് ഇരിക്കല അത്ര സുഖമുള്ള കേസല്ല. കാരണം നമ്മുടെ ബാക്ക് വേദന എടുക്കും. ഈ കമ്പിയാണല്ലോ, കമ്പിയിലാണ് ഇരിക്കണം. അപ്പോൾ വേദന എടുക്കും. പുള്ളി ഇരിക്കുന്ന പോലെ ഈ ചാക്കിൻ്റെ പുറത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനിയിപ്പോൾ എത്ര ദൂരം ഉണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ 7:15 അവിടെ നിന്ന് ഈ വണ്ടി കയറിയത്. ഇപ്പോൾ 8:15 കഴിഞ്ഞു. 1 മണിക്കൂറായിട്ട് നമ്മൾ യാത്രയിലാണ്. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഉണ്ടെന്ന് തോന്നണം ബുസ്കലൻ ഭാഗത്തോട്ട്. ഇതിൻ്റെ താഴത്തെ കുറേ പോത്തുകളും പശുക്കളൊക്കെ മേയാൻ വന്നിട്ടുണ്ടേ. ക്യാമറയിൽ കിട്ടുമെന്ന് അറിയത്തില്ല, അവിടെ ദൂരെ കാണാം. ഇതിൻ്റെ താഴെയൊക്കെ വീടുണ്ട് കേട്ടോ. അത് കണ്ടോ, വെള്ളം ഒഴുകി വരുന്ന നോക്കി. ചെറിയൊരു പാലമൊക്കെ ഉണ്ട്. ഇവിടുത്തെ റോഡൊക്കെ അത്യാവശ്യം നല്ലതാണ്. കോൺക്രീറ്റ് റോഡാണ് ഇവിടെ. ചില ഭാഗത്തൊക്കെ ടാർ ചെയ്തിട്ടുണ്ട്. ലോഡ് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട, വലിയ വണ്ടികളൊക്കെ ആണെങ്കിൽ 5 ടണ്ണ് 10 ടണ്ണ് അങ്ങനെയൊക്കെ. പാലമൊക്കെ ഇതായി ചെയ്തേക്കണം, ടാറായി ചെയ്തേക്കണം. ഇവിടുത്തെ വ്യൂ ഒക്കെ നോക്കി ഒരു രക്ഷയില്ല. കിടിലൻ റൂട്ടാണ്. താഴെ നദിയൊക്കെ ഒഴുകുന്നു, മലനിരകളും മഞ്ഞ്, കാടിൻ്റെ ശബ്ദം, ഇതൊക്കെ ഉണ്ട് ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഇതിൻ്റെ മുകളിൽ കയറി നന്നായി, നല്ല വ്യൂ ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് അധികം നേരം ഇരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ വേദന എടുക്കണം ബാക്കൊക്കെ. അപ്പോൾ ഞാൻ ചെരുപ്പ് ഊരിയിട്ട് നൈസായിട്ട് താഴെ വെച്ചിട്ട് ചെരുപ്പിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കമ്പിയല്ല, അപ്പോൾ കമ്പി വേദന എടുക്കും. നമ്മൾ വേറൊരു ഗ്രാമമല്ല, 1-2 വീടുകളുള്ള സ്ഥലം വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ വണ്ടി ഇല്ലെങ്കിൽ എങ്ങനെ മെയിൻ സ്ഥലത്തോട്ട് പോകും? വണ്ടി എന്തായാലും വേണം. വേഗം കിടക്കുന്നു ജീപ്പിന്. വണ്ടി ഇല്ലാത്തവർക്കാണ് ഇത് ഉപയോഗിക്കണം. ഈ വണ്ടി ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടെന്നല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഇവിടെ ഇലക്ഷനായിരുന്നു. അതിൻ്റെ പോസ്റ്ററൊക്കെയാണ് കാണുന്നത്. അപ്പോൾ കൗൺസിലർ മാറിപ്പോയി, വോട്ട് ഫോർ കൗൺസിലർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഇലക്ഷനാണ് ഇന്ന്. കഴിഞ്ഞ ദിവസമായിരുന്നു. അപ്പോൾ ഈ ഭാഗത്ത് ചെറിയൊരു ഗ്രാമം എത്തിയിട്ടുണ്ട്. ഇവിടെ കടകളൊക്കെ കാണാം, വീടുകളൊക്കെ കാണാം. അതിന് മുകളിലൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുള്ള മലകളൊക്കെ. മൗണ്ടൻ പ്രൊവിൻസ് കലിംഗ എന്നൊക്കെ പറയുന്നൊരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എന്നാണ് മാപ്പിൽ കാണിക്കണം. ഇവിടെ റേഞ്ചില്ല കേട്ടോ, നെറ്റൊന്നുമില്ല. പിന്നെ അടുത്ത സ്റ്റോപ്പ് ബുസ്കലനാണ്. മിക്കവാറും നമ്മൾ എത്താറായിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ചീവിടിൻ്റെ സൗണ്ട് വരുന്ന വഴിക്ക് മൊത്തമുണ്ട്. കാടിൻ്റെ ഒരു പ്രതീതിയാണ്. പിള്ളേരൊക്കെ കൊക്കക്കോളയും കുടിച്ച് സിഗരറ്റും വെച്ചിരിക്കുന്നു. ഇതിൻ്റെ മുകളിൽ മൊത്തം ലഗേജാണ്. ഇത് കണ്ട, അടിപൊളി സംഭവമാണ്. നമുക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങായിരിക്കും. ബുസ്കലൻ എത്തിയിട്ടുണ്ട്, ബുസ്കലൻ. അപ്പോൾ ഏതാണ്ട് കറക്റ്റ് 1.5 മണിക്കൂർ കേട്ടോ. നമ്മൾ ബസ് ഇറങ്ങിയിട്ട് 1.5 മണിക്കൂർ ഇതിനകത്ത് യാത്ര ചെയ്താൽ മതി. ഈ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് സഡാങ്ക മൗണ്ടൻ പ്രൊവിൻസ് എന്നാണ്. എനിക്ക് വേണമെങ്കിൽ ഒരു വലിയ ഏരിയ ഇരിക്കണം. സഡാങ്ക മൗണ്ടൻ പ്രൊവിൻസിലേക്കുള്ള കൗൺസിലറുടെ തിരഞ്ഞെടുപ്പാണത്. ഇത് 11ാമത്തെ ആൾ, ഇത് 9ാമത്തെ ആൾ. കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഹായ്. താങ്ക് യു. വെരി ബ്യൂട്ടിഫുൾ. സഡാങ്ക. ഓക്കെ. ഈ സ്ഥലത്തിൻ്റെ പേരാണ്ട സഡാങ്ക മൗണ്ടൻ പ്രൊവിൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഒരു ഹൈ റേഞ്ച് ഏരിയയാണ്. ഇറങ്ങിപ്പോയ ആൾക്കാരൊക്കെ തിരിച്ചു കയറുന്നുണ്ടല്ലോ. ഇവിടെ ജസ്റ്റ് ഒരു ബ്രേക്കിന് നിർത്തിയാന്ന് തോന്നണേ. ഇവിടെ കടയിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. വെള്ളവും പിന്നെ എന്തോ ഫ്രൂട്ട്സും സ്നാക്കൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നിർത്തിയാണ്ട. ശരിയാണ്, ഇത് 5 മിനിറ്റായിട്ട് ഇവിടെ തന്നെ കിടക്കാണ്. ആ ചേട്ടനൊക്കെ പോയിട്ട് കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഒരു കിറ്റ് നിറയെ മറ്റേ വീട്ടിലൊക്കെ ഉള്ള ഓയിലും പിന്നെ എന്തൊക്കെയോ കൂൾ ഡ്രിങ്ക്സും ഒക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. 10 മിനിറ്റായിട്ട് ഇവിടെ നിർത്തിയേക്കണം. ഇപ്പോൾ സമയം 8:45. വണ്ടി എടുത്തു, കിളി മാറിയ വേറൊരുത്തനാണല്ലോ അങ്ങനെ. നമ്മൾ പോകാൻ പോകുന്ന വഴിയാണ് ഈ കാണട്ടോ. ഇങ്ങനെ കുറങ്ങി അങ്ങ് പോയി. എൻ്റെ മുന്നേ അങ്ങോട്ട് പോയില്ല, ഇതിലേക്ക് ഇറങ്ങി അങ്ങോട്ടാണെന്നോ തോന്നണം. നല്ല കാഴ്ച ഉണ്ട് കേട്ടോ. ഇത് കണ്ട, നമ്മൾ തുടക്കം മുതലേ കാണുന്ന അതേ നദി തന്നെയാണ് കേട്ടോ. നദിയുടെ ഓരം പിടിച്ച് തന്നെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. കോഴി ഭയങ്കര ബഹളമാണല്ലോ. കോഴി
അപ്പോൾ നമ്മൾ ഇതേ ഈ സ്റ്റോപ്പിൽ എത്തിയിട്ടാ. ബുസ്കലൻ പോകേണ്ടവർ ഇറങ്ങേണ്ട സ്ഥലമാണ്. ബ്രോ താങ്ക് യു, ബൈ ബൈ, സീ യു. പുള്ളി അടിപൊളിയായിരുന്ന കമ്പനിയായിരുന്നു. ഇവിടെ ഒരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻ്ററുണ്ട്, പിന്നെ സ്റ്റോപ്പ് ചെക്കിംഗ് പോയിൻ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഒരു മിലിറ്ററിക്കാരനോ ആരോ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എന്തോ പ്രൊസീജിയർ ഉണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇവർ അടവച്ചിട്ടുണ്ട് കേട്ടോ വണ്ടി ഉരുണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അത് ബാക്കോട്ട് എടുത്ത് എന്താ അതെടുത്ത് മുകളിൽ വെച്ചു. അപ്പോൾ ഈ വണ്ടി പോവാണ്. ഇതിന് ആയത് 150 പെസോ ആണ് കേട്ടോ. ഒരാൾക്ക് 150 പെസോ വരും ഇവിടം വരെയുള്ള റേറ്റിന്. കലിംഗ പോലീസ് പ്രൊവിൻസ് സർവീസ്. ഹലോ സാർ. ഇവിടെ നമ്മുടെ പേരും നമ്മൾ ഏത് രാജ്യത്തു നിന്നാണ്, കോണ്ടാക്ട് നമ്പർ, സിഗ്നേച്ചർ. ഓക്കെ ടൈം ഓക്കെ യെസ് ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ചെക്ക് പോസ്റ്റിൽ നമ്മൾ പേരും ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം. എന്നിട്ട് ഇവിടെ ഓട്ടോറിക്ഷ ബൈക്ക് ടാക്സി കിട്ടും, അതെടുത്തിട്ട് പോവാം. ഇവിടെ ഒരു ഓട്ടോറിക്ഷ ഉണ്ട്, അതുപോലെ ബൈക്കുണ്ട്. ഞാൻ ബൈക്കിൽ കയറാണ്. നമ്മുടെ കൂടെയുള്ള മാർക്ക് പുള്ളി ഓട്ടോറിക്ഷക്കാരാണ്. ഓട്ടോറിക്ഷയിൽ വേറെ ആൾക്കാർ കയറിയിട്ടുണ്ട്, അതാ സ്ഥലമില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പോവാം. യെസ് ലെറ്റ്സ് ഗോ. നമ്മുടെ പോലീസുകാരൻ ചേട്ടനെ ഒരു ടാറ്റ കൊടുത്തേക്കാം. പുള്ളി അപ്പുറത്ത് അങ്ങോട്ട് പോയി. ഓക്കെ ഓക്കെ. മറ്റേ പുള്ളി അതിൽ വന്നു. അമ്പോ ഇത് കിട്ടില്ല സ്ഥലമുണ്ടോ? ഇത് കണ്ടില്ലല്ലോ. വെൽക്കം ടു വാങ് ഓടി. അതൊരു വില്ലേജാണ് കേട്ടോ. വാങ് ഓടി എന്ന് പറയുന്നത് ഒരു വില്ലേജാണ്. നമ്മൾ അവിടെയാണ് സ്റ്റേ എടുത്തിരിക്കുന്നത്. അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. പന്നി ഫാമൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇതുണ്ട്, ഇതൊക്കെ പന്നി ഫാമാണ് കേട്ടോ. ഓ ഈ ഭാഗത്തൊക്കെ മണ്ണിടിഞ്ഞ് വീണാന്ന് തോന്നണം. എന്താ കറുത്ത മണ്ണാണല്ലോ. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റായിട്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നല്ല സ്ഥലമുണ്ട്. ഇതേ ആ മലയുടെ മുകളിൽ കാണുന്നതാണ് ബുസ്കലൻ വില്ലേജ്. വാങ് ഓട് വില്ലേജ് എന്ന് പറയും. നല്ല രസമുള്ള സ്ഥലം കേട്ടോ, കിട്ടില്ല സ്ഥലം. ഓ ഇവിടെ ഒരു റോപ്പ് വേ ഉണ്ടല്ലോ, ആൾക്കാർക്ക് പോകാൻ പറ്റും. ഒരു റോപ്പ് വേ ഇങ്ങനെ പോകുന്നുണ്ട്. എന്താ സംഭവം എന്ന് അറിയത്തില്ല, നോക്കാം. നമുക്ക് ഈ ഭാഗത്തോട്ട് വരാനായിട്ട് ബൈക്കിലൊരു 15-20 മിനിറ്റ്, ഓട്ടോറിക്ഷയിലാണെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂർ എടുക്കുമായിരിക്കും. നല്ല രസമുള്ള ഗ്രാമക്കാഴ്ചകളും കണ്ടിങ്ങനെ വരാം. അതിവിടെ ഇൻഫർമേഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻ്ററാണ് ഇവിടെ ബുസ്കലൻ. അപ്പോൾ ഇവിടം വരെ വരാനായിട്ട് ബൈക്കിലാണെങ്കിലും ഓട്ടോറിക്ഷ ആണെങ്കിലും 150 പെസോ ഉണ്ടോ കൊടുക്കണ്ടേ. ഞാനപ്പോൾ എൻ്റെ കയ്യിൽ 50 ഇല്ല. ഞാൻ 200 കൊടുത്തപ്പോൾ പുള്ളിയുടെ കയ്യിൽ 50 ബാക്കി വരാനില്ല. അപ്പോൾ പുള്ളി അത് ചേഞ്ച് ആക്കാനായിട്ട് അവിടം വരെ പോയേക്കാണ്. ഇവിടെ കുറേ ബൈക്കേഴ്സ് വന്നിട്ടുണ്ട്. ഇത് കണ്ട ട്രിപ്പ് വന്നാണ്, അവരുടെ വണ്ടിയാണ് ഈ കാണുന്നത്. ലേഡീസൊക്കെ ഉണ്ട്. യെസ്. അപ്പോൾ ഇവിടുത്തെ പരിപാടി ഇവിടെ രജിസ്റ്റർ ചെയ്യണമെന്ന് തോന്നണം. ചോദിക്കട്ടെ. അപ്പോൾ പുള്ളി ബാക്കി 50 തന്നു. ബൈ. കേട്ടില്ല. അപ്പോൾ ഇതാണ്ട് 50-ൻ്റെ നോട്ട് അതിന് മുമ്പ് കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എന്തേ ഓട്ടോറിക്ഷയും വന്നു. നമ്മുടെ കൂടെയുള്ള മാർക്കും വന്നിട്ടുണ്ട്. ഇവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. നമുക്ക് ഗൈഡിൻ്റെ ഫീ ഉണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ് പ്രൊസീജിയർ എന്ന്. ഇവിടെ വേറൊരു പ്രശ്നമുള്ളത്, റേഞ്ചില്ല. രണ്ടിനും ഇല്ല. സ്മാർട്ടും ഉണ്ട്, എൻ്റെ കയ്യിൽ ഗ്ലോബും ഉണ്ട്. രണ്ടിനും റേഞ്ചില്ല. വി ആർ സെയിം. ഇവിടെ ഇതാണ് ഒരു കൗണ്ടർ. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്, ഓവർനൈറ്റ് ഗൈഡ് ഫീ 1 മുതൽ 5 വരെയുള്ള ആൾക്കാർക്ക് 1500, 3000 വരുന്നത് 6 മുതൽ 10 വരെ, 11 മുതൽ 15 വരെ ആൾക്കാരുണ്ടെങ്കിൽ 4500, ഹോം സ്റ്റേന് 400 പെർ ഡേ ഒരാൾക്ക്, രജിസ്ട്രേഷൻ ഫീ 100. ഇതൊക്കെയാണ് ഇവിടുത്തെ റേറ്റ്. ഇവിടെ ഇവർ എഴുതി വെച്ചേക്കണേ നോ ടൂർ ഗൈഡ് നോ എൻട്രി എന്ന്. അതായത് നിർബന്ധമായിട്ട് എടുക്കണം, കാരണം ഇവരുടെ ഗ്രാമമാണല്ലോ. ഇവിടെ രജിസ്റ്റർ ചെയ്യണേ നമുക്ക്. വാട്ട് ഈസ് യുവർ ലാംഗ്വേജ് യു സ്പീക്ക്? ഇംഗ്ലീഷ്? No, you Tagalog. Tagalog. Ano yung local language? Tagalog. But. It's But is the local language. Here. Oh, book is local language. Now you speak Tagalog. Yes. Okay. Nice. ഇവിടെ നമ്മുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ എഴുതി രജിസ്റ്റർ ചെയ്യണം കേട്ടോ. 100 രൂപയാണ് ഒരാൾക്ക് വരുന്ന രജിസ്ട്രേഷൻ ഫീസ്. മെയില്, അഡ്രസ്. ഓക്കെ, ഇന്ത്യന്ന് മാത്രം എഴുതിയാൽ മതിയല്ലേ. ഓക്കെ. ഇവിടെ ഇവർ ബൈക്ക് റൈഡിന് വന്നേക്കാണേ. കൊള്ളാം. സ്കൂട്ടറാണല്ല യമഹയുടെയൊക്കെ. കൊള്ളാട്ടോ. നമ്മൾ ഇടുക്കിക്കൊക്കെ ട്രിപ്പ് പോകില്ലേ, വയനാടോ, അതേപോലെ
അവർ വന്നേക്കാണ്. ഇവിടെ സ്ഥിരം റൈഡേഴ്സ് വരുന്ന ഒരു സ്ഥലമുണ്ടോ, ഇത് കണ്ട ഫുള്ള് ഓരോരോ റൈഡേഴ്സിൻ്റെ സ്റ്റിക്കറുകളാണ് ഇവിടെ ഒട്ടിച്ച് വെച്ചേണം. ഫുള്ള് അതാണ് കണ്ട അപ്പോൾ അവർ പൊളിച്ച്. യെസ്, അപ്പോൾ ഇതാണ് ബുസ്കലൻ. നമ്മളിവിടെ രജിസ്റ്റർ ചെയ്തു, ഗൈഡിന് എടുത്തു. ഗൈഡിന് 1500. പിന്നെ സ്റ്റേയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ റേഞ്ച് ഇല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ സ്റ്റേയിൽ ചിലപ്പോൾ വൈഫൈ കിട്ടും എന്ന് പറയുന്നുണ്ട്, നോക്കാം എന്തായാലും. 200. ഓ 200 ആൻഡ് ബാഗ് 400 ടോട്ടൽ. ഭയങ്കര ഓക്കെ. ദിസ് ഈസ് എ ലാസ്റ്റ് പ്രൈസ് 400. 200 me. Yeah. 200. It's possible 300. Huh? You will talk to the Yeah. operator. ഇവന് ബാർഗെയിൻ ചെയ്യാൻ അറിയത്തില്ല കേട്ടോ, നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. ഹൂ ഇസ് ദ ഓപ്പറേറ്റർ? ആ ഓക്കെ, ഇതിൻ്റെ സെറ്റപ്പാണോ? ഹായ്, ഹലോ. Good morning. ഗുഡ് മോർണിംഗ്. How much for the 200, one person. 1% 200? Yeah. Okay. Here two people. 2, 400. 400 is last price? Yeah. 300? Eh? Okay. With luggage 300 total. How about your bag? Only the small bag, that's it. Okay. Thank you. Where I pay? Here? Yeah. Okay. Okay, just 300. So you 300 per person, right? yeah. 300 per person. 300 na kami dalawa. One person, 200. One. 400. you now Okay, 300. don't confuse. Okay, so You keep this. Okay. thank you. താങ്ക് യു. ഇത് വർക്ക് ചെയ്യുന്നത് ഈ വണ്ടി വെച്ചിട്ടാണ്. വണ്ടിയിൽ ആക്സിലേറ്റർ കൊടുത്തിട്ട് നമ്മൾ അതിൽ കയറി പോവും. ഓക്കെ യു സെക്കൻഡ്. ഓക്കെ. എൻ്റെ പൊന്നെ, ഇവൻ കൂടെ വന്നവനെ കൊണ്ട് വൻ കോമഡിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ് കാശ് കുറപ്പിക്കും, ഇവൻ കൂട്ടും. ഇത് നമ്മൾ ആ കാണുന്ന വില്ലേജിലോട്ട് പോവാണ്. ഇതിലേ കണ്ടോ പോകുന്നത്? ഇസ് ഇറ്റ് ഹിയർ ഓർ ഹിയർ? ആ ഓക്കെ. So this is ബാക്ക് ഫ്രണ്ട്. ആ ഓക്കെ. ആ ഓക്കെ, റെഡി. എൻ്റെ മുന്നേ ഇത് കിടില പരിപാടി കേട്ടോ. ആ കയറ് വലിക്കുന്നുണ്ട്. അവിടെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ അവിടെ ടയർ കിടന്ന് കറങ്ങുന്നു. അപ്പോൾ ടയർ ടൈറ്റായിട്ട് നമ്മൾ ദേ പോകുന്നു. എൻ്റെ പൊന്നോ, ഇങ്ങോട്ടാ താഴത്ത് കൊക്കയാണ്, കൊക്ക. ദൈവമേ, ഇതൊക്കെ പൊട്ടി വീഴോ? ഇതുണ്ടോ? ഓ ഇതേ റൈസ് ടെറസ് ആണ് ഈ കാണുന്നത്, റൈസ് ടെറസ്. ഇതാണ് വില്ലേജ്. ഭയങ്കര വ്യൂ ആണ് ഇവിടെ, വ്യൂ ഉണ്ടോ? ഓ ബാഗ് ഇറങ്ങി വരുന്നു. ദൈവമേ, ചെന്നിടിക്കോടാ. ഇല്ല. യേസ്, ഇവിടെ നോക്കാൻ ആളുണ്ട്. ആ അടിപൊളിയായിട്ട് നിന്നല്ലോ. ആ ഓക്കെ. ആ താങ്ക് യു. ഓ ഇവിടെ കയറാൻ ആൾ വെയിറ്റ് ചെയ്യണോ? നൈസ് ബ്രോ, താങ്ക് യു. ഇത് കൊള്ളാടെ, ഇതാണ് സംഭവം. എങ്ങനെയുണ്ട്? കിടിലൻ എക്സ്പീരിയൻസ് അല്ലേ? ശരിക്കും ഇങ്ങോട്ടേക്ക് വരാൻ വഴിയുണ്ട്, അതിലേക്ക് ഇറങ്ങി ഇങ്ങനെ വരാം. ഇത് കുറച്ചും കൂടി എളുപ്പമാണ്. അതെ, ആ ചേട്ടൻ പോണോ? ആയിക്കോട്ടെ. ബാഗ് നമ്മളവിടെ വെക്കുന്നു, കയറിയിരിക്കുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കുത്തനെയാണ്. അവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കയറ്റമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇറക്കമാണ്. പോകുന്നു. ഇവിടെ മറ്റേ വോക്കി ടോക്കി വെച്ചിട്ട് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പോകുന്നു നോക്കി. എൻ്റെ പൊന്നോ, അടിപൊളി. ഇനി നമ്മുടെ കൂടെ വന്ന മാർക്ക് ഇത് ചെന്നിട്ട് വേണം തിരിച്ച് കയറി വരാനായിട്ട്. പിന്നെ പോക്കറ്റിലൊക്കെ എന്തെങ്കിലും ഇരിക്കണമെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ, താഴെ പോരുത്. ഞാൻ സിബുള്ള പോക്കറ്റിലാണ് മൊബൈൽ വെച്ച്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്താ കയറ് കിടന്ന കറങ്ങണം.
അപ്പോൾ അതെ ഇത് കണ്ട ഇങ്ങനെയുണ്ടോ നമ്മൾ വന്നത്. എൻ്റെ പൊന്നോ അടിപൊളി സീൻ. ഒന്ന് പിടിച്ചിറങ്ങിയാൽ മതി. വേർ യുവർ ബാഗ്? ഇവിടുന്ന് കുറേ ലഗേജ് കൊണ്ടുപോകാൻ കണ്ട. ഇതേ പോകണം. ആൾക്കാർക്കും പോകാം, ലഗേജും കൊണ്ടുപോകാം, എല്ലാ പരിപാടിയും ഉണ്ട്. കൊള്ളാട്ടാ. അപ്പോൾ ഇതാണ് നമ്മുടെ ടൂർ ഗൈഡ്. സോ യു ആർ അവർ ടൂർ ഗൈഡ്, റൈറ്റ്? I'm your tour guide. ഓ നൈസ് ടു മീറ്റ് യു. വാട്ട്സ് യുവർ നെയിം? Marina, sir. മറീന. And you, sir? ഷെറിൻ. Sherin. ഓക്കെ. Nice to meet you too. നൈസ് ടു മീറ്റ് യു. ദേ എഴുതിയിരിക്കുന്നുണ്ടോ ബുസ്കലൻ. നമ്മളിപ്പോൾ ബുസ്കലൻ വില്ലേജിൽ ഒരു താമസം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം നമ്മൾ ഇവിടെ താമസിക്കുകയാണ്. ദേ ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമൊക്കെ അവർ ഭക്ഷണം കഴിക്കുന്നു. പട്ടിക്കുട്ടി. ഇതാണ് ഇവരുടെ ഒരു ഗ്രാമവും സംഭവങ്ങളും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇന്ന് ചേച്ചിയാണ് നമ്മുടെ ഗൈഡായിട്ട് കൂടെ വരുന്നത്. ഇതുണ്ടോ? ഹൈ ഹൈ. ഇവിടെ മൊത്തം മറ്റേ മുറുക്കി തുപ്പിയിട്ടൊക്കെയാണല്ലോ. കോഴിയൊക്കെ സൗണ്ട് കേൾക്കണം ഉച്ച. ഇപ്പോൾ സമയം എത്രയെന്ന് അറിയാമോ? നമ്മൾ 9:45 എപ്പോഴും എത്തി കേട്ടോ. അതിന് മുകളിലൊക്കെ പുക കാണുന്നുണ്ടല്ലോ. അവിടെയും വീടുണ്ടോ? ഇത് ഇവരുടെ ഒരു വോളിബോൾ കോർട്ട് സ്പോർട്സ് ഏരിയ ഒക്കെയാണെന്നാണ് തോന്നണം. കുറേ കോഴിയുണ്ടല്ലോ ഇവിടെ. ശരിക്കും ഏതോ ഒരു നല്ല രസമുള്ളൊരു ഗ്രാമത്തിൽ വന്നൊരു പോസിറ്റീവ് വൈബ് ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇതിൽ കൂടി ഒരു കനാലിൽ കൂടി വെള്ളം ഒഴുകുന്നു. മലയുടെ മുകളിൽ നിന്ന് വരുന്നതായിരിക്കും. ഈ സൈഡൊക്കെ ഷീറ്റാണല്ലോ ഇവർ കെട്ടിക്കണേ. ഇവിടെ പക്ഷെ മരമാണ്. അല്ല ഇത് ഷീറ്റാണ്. ഇത് ടോയ്ലറ്റാണെന്ന് തോന്നണേ. അല്ല, പുക പോകാനുള്ള സെറ്റപ്പായിരിക്കും മിക്കവാറും അടുക്കളയിൽ നിന്ന്. ബുസ്കലൻ വില്ലേജ്. ഇവിടെ ഒരു ചെറിയ കടയുണ്ട്. ഫ്രിഡ്ജൊക്കെ കാണുന്നു. കടയാണോ വീടാണോ അറിയത്തില്ല കേട്ടോ. ഇതേ ഇവിടെ ടെറസ്, മറ്റേ റൈസ് ടെറസ് പാടമൊക്കെ കാണാം. യെസ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവർ ഫുള്ള് ഷീറ്റാണ് ഇട്ടേക്കണം വീടിൻ്റെ മുകളിൽ. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വന്നു. ദിസ് ഈസ് അവർ ഹൗസ്. Yes, sir. ഓക്കെ. ഇവർക്ക് ഇംഗ്ലീഷ് അറിയാം കേട്ടോ. ഇവിടെ ലോക്കൽ ലാംഗ്വേജ് വേറെയാണ്, എന്നാലും ഇവർക്ക് ഇംഗ്ലീഷ് അറിയാം. ഓ, ഈ പടി കയറണമല്ലോ. ബാഗും തൂക്കി കയറണം. യെസ്. ഓക്കെ. ഏതിലേ പോണ്ടേ? ഇതിലേ ഒന്ന്. യെസ്. ഈ ഭാഗത്താണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. കുറേ കോഴിക്കുഞ്ഞുങ്ങളും കോഴിപ്പടയും ഒക്കെ കാണാം. ബുസ്കലൻ ടാറ്റു ഡിസൈൻ. ഇത് ടാറ്റു അടിക്കാൻ പേര് കേട്ട സ്ഥലമാണ്. പക്ഷെ ആ ടാറ്റു ആർട്ടിസ്റ്റ് ഇന്ന് ഇവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെയാണോ നമ്മൾ സ്റ്റേ? ഹലോ. ഇവിടെ ഇതിരിക്കുന്ന നോക്കിയാൽ സപ്പോർട്ട് യുവർ ലോക്കൽ ഫാർമറിന്. അത് കൊള്ളാമല്ലേ. ഇത് കൃഷിക്ക് പേര് കേട്ട സ്ഥലമാണ്. അതുപോലെ ടാറ്റൂവിന് പേര് കേട്ട സ്ഥലമാണ് ഈ ബുസ്കലൻഡ. നമ്മളിവിടെ നേരത്തെ തന്നെ ഫിലിപ്പീൻസിൽ മനിലയിൽ വെച്ച് തന്നെ ഇവിടുത്തെ കാര്യങ്ങളും പേയ്മെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ട്. ഇവിടെ വൈഫൈ ഉണ്ട്, പക്ഷെ റേഞ്ചില്ല. മൊബൈൽ സിം. Mobile SIM. യാ. ഗ്ലോബ് സ്മാർട്ട്. വിച്ച് വൺ? We are using Wi-Fi. വൈഫൈ. Yeah. ഓക്കെ, ഞാൻ ചോദിച്ചാൽ മനസ്സിലായില്ല. ഓ, വൈഫൈ ഇവിടെ ഉപയോഗിക്കണതിന് പൈസ കൊടുക്കണം. 1 മണിക്കൂറിന് 40 പെസോ, ഒരു ഡേക്ക് 200 പെസോ. നല്ല റേറ്റാണ്. വേറെ വഴിയില്ല, ഉപയോഗിക്കേണ്ട ഒരു നെറ്റില്ല. അപ്പോൾ കുറച്ച് നേരം നമ്മളിവിടെ വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തല ഇടിച്ചിടാം ചെറുതായിട്ട്. എൻ്റെ എനിക്ക് ബാഗായിട്ട് കയറാൻ പറ്റുള്ളത്. 9 കിട്ടില്ല വ്യൂ ആയിരിക്കട്ടെ. ഇവിടെ കാണിച്ചു തരാം. ഹലോ, ദിസ് വൺ? ഓക്കെ, താങ്ക് യു. ഇതാണ് നമ്മുടെ റൂം കേട്ടോ. ചെറിയൊരു ബെഡ്. വ്യൂ നോക്കി, ഇതാണ് വ്യൂ. അടിപൊളിയല്ലേ. ഇവിടെ നമുക്ക് ചാർജ് കുത്താനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ലൈറ്റും കത്തുമല്ലോ. ഓക്കെ. ഇവിടെ എന്താണ് വ്യൂ വല്ലതും ഉണ്ടോ? ഓ, ഇത് വരാന്തരത്തുള്ള വ്യൂ ഉണ്ടോ? യെസ്. ഇവിടുത്തെ വ്യൂ കാണിച്ചുതരാം. എൻ്റെ പൊന്നു, ഇത് നോക്കി. പക്ഷെ എൻ്റെ പൊന്നു, കിടില വ്യൂ അല്ലേ.
ഇതാണ് ഈ വില്ലേജിൻ്റെ ഏകദേശം അത്യാവശ്യം മുകൾ ഭാഗത്താണ് നമ്മളുള്ളത്. ഇവിടെ ഇങ്ങനെ സംഭവമൊക്കെ ഇട്ടിട്ടുണ്ട് മോളയുടെ. ഓ അത് മാറ്റാൻ പറ്റില്ലല്ലേ, അയ്യോ. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം ബുസ്കലനിലെ. യെസ്, അപ്പോൾ ഇന്ന് ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ വില്ലേജൊക്കെ ഒന്ന് നടന്ന് കാണാം. അപ്പോൾ നമ്മൾ റൂമിൽ പോയി ബാഗൊക്കെ വെച്ചു. എന്നിട്ട് ഞാൻ പോയി ഒന്ന് കുളിച്ച് റെഡിയായി ഫ്രഷായി എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരട്ടെ. ഭയങ്കര രസമാണ്, പ്രത്യേകിച്ച് ബാത്റൂം കാര്യങ്ങളൊക്കെ. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി ഒരു രക്ഷയില്ല. നമുക്ക് അങ്ങോട്ടൊക്കെ പോകട്ടെ, നമുക്ക് അങ്ങോട്ട് എല്ലായിടത്തും നടക്കാം. ഇവിടുത്തെ കാഴ്ചകൾ കാണാം, ഈ വില്ലേജിനെ കുറിച്ചൊക്കെ കാണാം. ബാക്കി കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇവിടെ കുറേ ഇവിടെ തന്നെയുള്ള ട്രാവലേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഭക്ഷണം ഇൻക്ലൂഡ് അല്ല കേട്ടോ, നമുക്കത് വേറെ മേടിക്കേണ്ടി വരും. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ 1500 ഒരു ദിവസത്തെ റേറ്റ് വരുന്നത് പെസോ. പിന്നെ നമ്മൾ വെള്ളമൊക്കെ എടുക്കുന്നത് ഇവിടെ നിന്നാണ്, ടാപ്പ് വാട്ടർ. കണ്ടോ, ഇത് മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്, ഡയറക്റ്റ്ലി കുടിക്കാം. അപ്പോൾ ഈ ചേട്ടൻ്റെ വീടാണ് ഇത്. ഐ ഫോർഗെറ്റ് യുവർ നെയിം. യുവർ നെയിം. My name is Charlie. ടൈനി. ആ ഓക്കെ. ഞാനിത് പഠിക്കാൻ കുറച്ച് സമയം എടുത്തു. ഓക്കെ, താങ്ക് യു. യെസ്, താങ്ക് യു. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് ഫിഷ്? This is a milkfish. Milk fish. Yeah, Oh, bangus. Mamus. Yes. In English, it's milkfish. മിൽക്ക് ഫിഷ്. ഓക്കെ. പുള്ളി അത് വറുത്തെടുക്കുകയാണ്. പിന്നെ ഇവിടെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഇതും ഫിഷ് തന്നെയാണ്. ഓക്കെ. അതുപോലെ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചാൽ, ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മുടെ റൂം വരുന്നത് കേട്ടോ. ഞാൻ വെള്ളം അവിടെ നിന്ന് എടുത്തു. ഇത് ഇവർ താമസിക്കുന്ന സ്ഥലമാണ്. ഇതാണ് ബാത്റൂമൊക്കെ വരുന്ന ഏരിയ. യെസ്, ഇത് നല്ല ടാപ്പ് വാട്ടറാണ്. മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ടാപ്പ് വാട്ടർ എന്ന് വെച്ചാൽ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഇവിടെ ശേഖരിച്ച് വെക്കുകയാണ്. ഇതാണ് നമ്മൾ ബാത്റൂം പോകുന്നത്. അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. അതിനകത്ത് എവിടെ എങ്ങനെ പോയി ഇരിക്കുന്നത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ എങ്ങനെ ഇരുന്നതിന് ഓർമ്മ പോലുമില്ല. അത് മാത്രമാണ് നമുക്ക് ഇവിടെ വന്നിട്ടൊരു പ്രശ്നം നേരിട്ടത്. കാട്ടിൽ പോയി ഇരുന്നാലും പ്രശ്നമില്ലായിരുന്നു, പക്ഷെ അത് ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ ഞാനിത് കൊണ്ടുപോയി മുകളിൽ വെച്ചിട്ട് നമുക്ക് ഭക്ഷണം മേടിക്കാൻ പോകാം. ഫുഡ് എന്തെങ്കിലും കഴിക്കാം. ഫുഡിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് അന്വേഷിക്കട്ടെ. ഇവിടുത്തെ വ്യൂ ഞാൻ നേരത്തെ കാണിച്ചു വന്നാലും ഒന്നും കൂടി കാണിച്ചു തരാം. സമയം നോക്കി, ഉച്ചക്ക് 12:10. ഉച്ചക്കത്തെ ക്ലൈമറ്റാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഒരു രക്ഷയിലല്ലേ. അതേ ഒരാൾ അതിലേ നടന്നൊക്കെ പോകുന്നുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം. ഇവിടെ ടാറ്റു ആർട്ടിസ്റ്റ് ഇന്ന് വന്നിട്ടില്ല എന്ന് പറയുന്നത് ഒരു അമ്മൂമ്മയുണ്ട്, വാങ് ഓട് എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരിനെ കാണുകയാണെങ്കിൽ നല്ലതായിരുന്നു. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് നോക്കാം. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. എനിക്ക് വിശന്നിട്ട് കണ്ണാണ് പറ്റുള്ളൂ. ഇന്നലെ രാത്രിയാണ് ഫുഡ് കഴിച്ചത്. യെസ്, നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പുറത്ത് വേറെ വീടുകളൊക്കെ ഉണ്ട്. മലയുടെ മുകളിൽ നിന്ന് തന്നെ വെള്ളം ഇവിടെ ശേഖരിച്ച് വെക്കുന്നത് ഈ കാണുന്ന ഭാഗത്താണ്. ഇവിടെ ഒരു മാവൊക്കെ ഉണ്ടല്ലോ. യെസ്, പാടമാണ് മോനെ ഹൈലൈറ്റ്. എന്തായാലും കിടിലായിട്ടുണ്ട്. ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോഴുള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. രക്ഷയിലല്ലേ. പച്ചപ്പ് നിറഞ്ഞ പാടവും മലനിരകളും ഫോഗും. ഒരു രക്ഷയില്ലാത്ത കാഴ്ച എന്ന് പറഞ്ഞാൽ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച എന്നൊക്കെ പറയത്തില്ല. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. കണ്ണിന് കുളിർമയാകുന്ന കാഴ്ച. കറക്റ്റ് അതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കിടിലൻ ഗ്രാമമാണ് ബുസ്കലൻ. ഇവിടെ കുറേ കാഴ്ചകൾ കാണാനുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ടൊക്കെ കാണാം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ ടാറ്റു. ഇത് ടാറ്റു വില്ലേജ് എന്നും അറിയപ്പെടും കേട്ടോ. അപ്പോൾ അത് ഈ കാണുന്നൊക്കെ നെല്ലാണ്, നെൽകൃഷിയുണ്ട്. ഫുള്ള് നെല്ല് തന്നെയാണ്, വേറെ കൃഷികളൊന്നും ഈ ഭാഗത്ത് കാണുന്നില്ല. പിന്നെ ഇതൊക്കെ ഫുള്ള് ഈ കാണുന്നത് ഈ വില്ലേജിൽ താമസിക്കുന്ന ആളുകളുടെ വീടാണ്. എല്ലാവരും ഷീറ്റാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെയും ഇതിൻ്റെ മുകളിൽ ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മൾ താമസിക്കുന്ന വീട്. എൻ്റെ റൂം ആ സൈഡായിട്ട് വരും. ഇവിടെയൊക്കെ വേറെ പുതിയ പുതിയ ബിൽഡിങ്സൊക്കെ പണിയുന്നുണ്ട്. അത് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്, കട്ട വെക്കുന്നുണ്ട്. ഇതൊക്കെ മരമാണ്, കണ്ടോ, മരം കൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇറങ്ങാം, കാണാം, ഇവിടുത്തെ കാഴ്ചകൾ കാണാം. യെസ്, ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. അത് വിശന്നിട്ട് പാടില്ല. സമയം 12 മണി. നമ്മൾ ഇതുവരെ രാവിലത്തെ പോലും കഴിച്ചിട്ടില്ല. ഇനി ഉച്ചക്ക് കൂടി ചേർത്തിട്ട് ബഞ്ച് കഴിക്കാം നമുക്ക്. എന്താ കിട്ടണമെന്ന് നോക്കട്ടെ. യെസ്, അത് കണ്ടോ, ഇവിടുത്തെ ടോയ്ലറ്റ് ഇങ്ങനെ ഇരിക്കുന്നത് എനിക്കറിയത്തില്ല. ഇത് എങ്ങനെയാണ് ഇതിനകത്ത് പോകണേന്ന്. ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് എങ്ങനെയാണ് പോയി ഇരിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ 2 കാലും ബലം പിടിച്ചൊക്കെ ഇരുന്ന്. ഇതൊക്കെ ഇവിടെ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടല്ലോ, അലക്കിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി. എൻ്റെ വീട്ടിലുള്ള അതേ സാധനം. നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ വാട്ടർ ടാങ്ക് വെച്ചേക്കണേ. ഇതൊക്കെ ഇവർ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്.
ഇതൊരു കടയാണ്, ഒരു കുഞ്ഞ പെട്ടിക്കട. വേണ്ട, ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ പുള്ളിനെ ഇത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എൻ്റെ ചേട്ടാ, ഇത് ബീഫുണ്ട്, പിന്നെ ടൂണ ഫിഷ്, അതിൻ്റെ എന്തോ ഒരു സംഭവം എന്താ സാധനം എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നെ എന്താണ് ഫ്ലേക്ക് ഇൻ ഓയിലോ, ഇതും ടൂണയുടെ എന്തോ സംഭവമാണ്. യെസ്, ഹോട്ട് ആൻഡ് സ്പൈസി എടുക്കാം. ഹലോ, ദിസ് വൺ. യെസ് യാ. അതായത് നമ്മുടെ സ്റ്റൈല് റൈസ് അൺലിമിറ്റഡ് ആണ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ റൈസ് കഴിക്കാം. പക്ഷെ കറി കിട്ടത്തില്ല. കറി അപ്പോൾ നമുക്ക് ഈ കാണുന്ന കടയിൽ വന്നിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും മേടിക്കണം എന്നാണ് പറഞ്ഞത്. ഇത് മനസ്സിലാക്കി എടുക്കുക 1 മണിക്കൂർ എടുത്ത്. കടയിലെ ചേച്ചി വന്ന് ഇതാണ് സാധനം, ഇത് ഹോട്ട് ആൻഡ് സ്പൈസി സെഞ്ചുറി ടൂണ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് എന്താ സാധനം എന്ന് വെച്ചാൽ അച്ചാറാണോ കറിയാണോ എന്നൊന്നും അറിയത്തില്ല, അതാണ് പ്രശ്നം. ഈ കാണുന്നത് ഇവിടുത്തെ സ്കൂളാണ് കേട്ടോ, ഇത് കണ്ട. അപ്പോൾ ചേട്ടൻ റൈസും സംഭവങ്ങളും ഒക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പോയി അവിടെ ചോദിച്ചു, കുറച്ച് മീൻ തരുമോ ചേട്ടാ, ഇത്തിരി കാശ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി മീനൊക്കെ തരും. വെറുതെ പോയി ഈ സാധനമൊക്കെ മേടിച്ച് ഇരിക്കട്ടെ. പിന്നെ അതേ ഇരിക്കണ്ട റൈസ്, ഇത് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കാം, കാരണം അവിടെ ചെയ്തെടുക്കുകയാണല്ലോ. റൈസിൻ്റെ സ്ഥലമാണ് ഇത്. പഞ്ചസാര, ഇത് കോഫി, ഇതും നമുക്ക് ഇഷ്ടമുള്ള അത്രയും കുടിക്കാം എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ ഡ്രൈ ഫിഷ്? നോ, ഇറ്റ്സ് ഫ്രഷ് ഫിഷ്. ശരി, ഞാൻ വിചാരിച്ച ഉണക്കമീൻ വറുത്തെടുത്താണെന്ന്. അങ്ങനെയല്ല കേട്ടോ, ഇത് ഫ്രഷ് ആയിട്ടുള്ള. വാട്ട് ഇസ് ദിസ്? Also same. Same fish. Yeah, same fish, but I put some. Okay. I need some soup. സൂപ്പ് പോലെ ആക്കി പുള്ളി. Called it as sinigang. We call it sinigang. ഇതാണ് നമ്മുടെ റൈസ്. Ang dami lang. യെസ്, ഇവരിൽ വാക്കി ടോക്കിയൊക്കെ ഉണ്ട് കേട്ടോ, സെറ്റപ്പാണല്ലോ. യെസ്, അപ്പോൾ ഞാൻ ചോറ് എടുത്തു. ഒരു കഷ്ണം മീനും ചേട്ടൻ തന്നു, അതിന് സെപ്പറേറ്റ് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചോറ് മാത്രമേ ഫ്രീ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോൾ മേടിച്ച കറി, ഇത് കറിയാണെന്ന് എനിക്കിപ്പോഴാണ് തുറന്നപ്പോഴാണ് മനസ്സിലായത്. ഇങ്ങനെ ഇരിക്കും കണ്ട, കറിയാണെന്ന് തോന്നണം. കുഴപ്പമില്ല, ഇതിപ്പോൾ 2 നേരം കഴിക്കാനുണ്ടല്ലോ. Know how to eat with your hands. Nice. നോർമലി വി ഇന്ത്യൻസ് യൂസ് ഹാൻഡ്സ്. Oh, really? Are you using this? Do you want to use this? നോ നീഡ്. ഇവർക്ക് നമ്മൾ കൈ കൊണ്ട് കഴിക്കുന്നുണ്ട്, ഭയങ്കര അത്ഭുതം. കൈ കൊണ്ടാണ് കഴിക്കണമെന്നൊക്കെ. Also here in the Philippines, we use hands. Sometimes. You have this kind of fish in India? Yeah, lot of fish. Oh, you have. What did you call this? Very long coastal area. What did you Lot call of the seafood, river fish. Lot of fish. ഞാൻ ഈ കറി കൂട്ടിയൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇപ്പം മേടിച്ച ടൂണയുടെ ഈ സാധനമില്ലേ, ഞാൻ ആദ്യത്തെ കൂട്ടണം. നിങ്ങൾ വെള്ളം കുഴപ്പമൊന്നുമില്ല. kamatis na yan at saka yung alokbati fresh മീൻ കറി പോലെ കഴിക്കുകയാണെങ്കിൽ കൊള്ളാം. പിന്നെ ഈ ഫിഷും കൊള്ളാം കേട്ടോ, നൈസായിട്ടുണ്ട്. milk fish. മിൽക്ക് ഫിഷ്. ലോക്കൽ നെയിം? Local is bangus. Bangus. It's a river fish. River. From No. river. No, sea. No. Hmm. It's from fish pond. Fish? Fish pond. Fish farm. Pond? Pond. കുളം. കുളം, അതിനാണ് കുളത്തിൽ നിന്ന് പിടിച്ചാണ് ഇതിനെ. They have their own fish pond. ഫിഷ് പോണ്ട്. Yeah. They have their own. I know, I understand. Okay.